ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ പിസ്സ ഓവനൊന്നുമില്ലാതെ വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 1 പിഞ്ച് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ കുഴച്ചെടുക്കണം. ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതെടുത്ത് വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ പുരട്ടിയിട്ട് 1 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മസാല പുരട്ടി ബോണില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പുമേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ച് പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് കനം കുറഞ്ഞ് പോകരുത്. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക, അല്ലെ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോകും. ഇനി 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി മുകളിലായിട്ട് പിസ്സ സോസ് പുരട്ടി കൊടുക്കാം. സോസിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് സവാള കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓർഗാനയും കൂടി ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് മൊസറല്ല ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.